ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ആ ഒരു ഫീലിങ്സ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ച് വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ച് വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് of your person. Okay. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. കൂടുതൽ പേരും ഇപ്പോൾ ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം. അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു കരിയർ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തി ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതൊരു പേഴ്സണാണ്, ചിലപ്പോൾ അതൊരു ഫാമിലി മെമ്പറായിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അങ്ങനൊരു വ്യക്തിയുടെ ഇടപെടലുകൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം. ഓക്കെ, ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ഒരിക്കലും എൻഡായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് എത്രത്തോളം ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ സന്തോഷം പോലും നിങ്ങളിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ ഇല്ല, കോണ്ടാക്റ്റിൽ ഇല്ല എങ്കിൽ പോലും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഫോട്ടോസ് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ആ ഒരു മുഖം മനസ്സിൽ വരുന്ന സമയത്തെല്ലാം അവർ ആ ഫോട്ടോ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വ്യക്തി എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളില്ലാതെ അവർ എത്രത്തോളം വിഷമിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവരെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ, അതായത് ഒരു മാരേജിലേക്കൊക്കെ എത്താനായിട്ട് അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാൻ അവരൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. മേ ബി നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ അവർ നിങ്ങളെ പിന്തുടർന്ന് ചിലപ്പോൾ നിങ്ങളെ അവർ കാണുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളോട് അവരുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യാനൊന്നും അവർക്കിപ്പോൾ കഴിയുന്നുണ്ടാവില്ല. കാരണം അത്രത്തോളം ഉള്ള പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവരൊരു കൺഫ്യൂഷനിലാണ്. ഓക്കെ, ഒരുപാട് തവണ അവർ നിങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലെല്ലാം അവർക്ക് പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു തരത്തിൽ എങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ അവർക്ക് എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ പിൻവലിയുന്നുണ്ടാവാം. ഓക്കെ, അവർ ചില സമയങ്ങളിൽ അവർക്ക് എല്ലാം നഷ്ടമായി പോയി, അവരായിട്ട് തന്നെയാണ് നിങ്ങളെ നഷ്ടമാക്കിയതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. മനസ്സിന് അവർക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും സങ്കടത്തിലൊക്കെ അവർ പോകുന്നുണ്ടാവാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാവണം, അങ്ങനൊരു പ്രോമിസ് നിങ്ങൾക്ക് നൽകണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് അത്രയും ഡീപ്പായിട്ട്, അത്രയും ഇൻറ്റൻസ് ആയിട്ട് അവർ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്.
അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ കിങ് ആയിട്ടോ ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അത്രയും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അവരുടെ ഈ ഫീലിങ്സ് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുള്ളത്. അതായത് എത്രത്തോളമാണ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്നുള്ളത് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ട്, ഈ വ്യക്തി അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഹിഡൻ ഫീലിങ്സ് of your person, hidden feelings, clarification, hidden feelings of your person, hidden feelings of your person. നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ്, clarification, hidden feelings of your person, clarification, hidden feelings of your person. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഏത് നിമിഷത്തിലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ അവർ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, അവർക്കറിയാം ഇന്നത്തെ ദിവസം നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നില്ലെങ്കിൽ നാളൊരു ദിവസത്തിൽ അവർ അത്രയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻസ് അവർ അത്രത്തോളമാണ് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അവരുടെ സന്തോഷം നിങ്ങളിലാണെന്നുള്ളതാണ് വീണ്ടും ഇവിടെ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എത്രമാത്രം ഡിസ്റ്റൻസിൽ ഇരുന്നാൽ പോലും, എത്രത്തോളം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരുന്നാൽ പോലും അവരുടെ ഉള്ളിലുള്ള പ്രണയത്തിന് ഒട്ടും തന്നെ കുറവില്ല. അവരുടെ സന്തോഷം എപ്പോഴും നിങ്ങളിൽ തന്നെ ആയിരിക്കും എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എപ്പോഴും മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിൽ തന്നെയാണ്. ഒരു അവസരം അവരുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ നിമിഷം തന്നെ നിങ്ങളുടെ അരികിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ right now, messages. Okay, I feel the same for you. Okay, നിങ്ങൾ എന്താണോ അവർക്കായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് അവർക്കുമുണ്ട് എന്ന് പറയാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ കഴിയും എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഓക്കെ, അവർക്കറിയാം അവരെന്താണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ചിലപ്പോൾ അവർ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതെല്ലാം അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. അവരുടെ പ്രണയം ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങളോടുള്ളത്. ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു. ഡെഫിനറ്റ്ലി അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള പ്രണയം പോലും അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനെല്ലാം ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ഫീലിങ്സ് തന്നെയാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഹിഡൻ ഫീലിങ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഐ കാൺ ലിവ് വിതൗട്ട് യു. നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്ത് സാഹചര്യമായിരുന്നാലും എപ്പോഴും അവർ നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കും. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തിയാണ്. ഓക്കെ, അത്രത്തോളം അവരെ തൊട്ടറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർ നിങ്ങളോട് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഹിയറിംഗ് ഇഷ്യൂ, ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. ആൻഡ് റെഡ് കളർ ഫേവറേറ്റ് കളറായിട്ടുള്ളവരുണ്ടാവാം. ലോങ് ഹെയർ ഉള്ള വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഹെയർ ലോങ് ഹെയർ ആയിരിക്കാം. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട്. നമ്പർ 18, ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട്.
ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഈ സമയത്ത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു സമയത്ത് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഹീലർ, മേ ബി പ്രൊഫഷണലി ഹീലറായിട്ടുള്ള വ്യക്തികളാവാം. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം. ജൂലൈ മന്ത്. ആൻഡ് നമ്പർ 13 എബ്രോഡ്, ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. നമ്പർ 10 കാപ്രിക്കോൺ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയാക് സൈൻ കാപ്രിക്കോൺ ആയിരിക്കാം. 27 നമ്പർ 40 സെൻസിറ്റീവ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ്. പർപ്പിൾ കളർ ടോക്കറ്റീവ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം. എബ്രോഡ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റെയിൻബോ സൈൻസ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. ആൻഡ് 33 25 19 21 ക്രിയേറ്റീവായിട്ട് കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാവാം. യെസ്, പോസിബിൾ, നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം പോസിബിൾ ആകുന്നു എന്നാണ് കാണുന്നത്. ആൻഡ് ടാറ്റു ആർട്ടിസ്റ്റ് ഉള്ളവരുണ്ടാവാം. മെയ് മന്ത്. ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളുണ്ടാവാം. പർപ്പിൾ കളർ ഫേവററ്റ് ആയിട്ടുള്ള കളറായിരിക്കാം. ഗോൾഡൻ കളർ 22 23 സോഷ്യൽ മീഡിയ, ഈ റിലേഷൻഷിപ്പിന് സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, ഓക്കെ, വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട്. 17 ലെറ്റർ സി. നമ്പർ 30 ലെറ്റർ സി. ദിസ് വീക്ക്, ഏപ്രിൽ മന്ത്. ആൻഡ് ഫൈനലി 21. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.